കണ്ണുനീര് നിന്റെ ജീവിതത്തിൻ്റെ വലിയ പെരുന്നാളായിട്ട് മാറണമെന്ന് പിതാക്കന്മാർ പറയുകയാണ്, അല്ലയോ? കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എന്താണ്? പെരുന്നാളാണ്. കൊട്ടിഘോഷങ്ങളിലൂടെയും ലൈറ്റ് മേളങ്ങളിലൂടെയും ഒക്കെ പെരുന്നാളുകൾക്ക് അപ്പുറം കണ്ണുനീര് പൊഴിച്ച് ഒരു മനുഷ്യൻ എവിടെ പ്രാർത്ഥിക്കുന്നു, അതെല്ലാം അവൻ്റെ ജീവിതത്തിലെ പെരുന്നാൾ ദിവസങ്ങളാണെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് അനുതാപവും കണ്ണുനീരും സമാസമം ചേർക്കണം നോമ്പുകളിൽ. നഷ്ടപ്പെട്ടു പോകരുത് ഈ പാരമ്പര്യങ്ങളൊന്നും. അനുതപിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യണം കുമ്പസാരങ്ങളിൽ. ഇതെല്ലാം പടിപടിയായിട്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പടിയും നമ്മൾ ചാടിക്കയറുകയാണ്. ഒരു പടി വിട്ട് അടുത്ത പടിയിലേക്ക് കയറുക, പെട്ടെന്ന് എത്തണം. എവിടാ? എങ്ങുമെത്തില്ല. എത്തണമെങ്കിൽ ഓരോ പടിയും സൂക്ഷ്മതയോടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പാപത്തിൽ വീണു പോയിട്ട്